അപ്പോൾ പ്ലസ് ടു ഫിസിക്സിൽ ഞാൻ എന്താ പറയുക, എനിക്ക് പ്ലസ് ടു ഫിസിക്സിൽ ഞാൻ കണ്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് അധിക ചാപ്റ്റേഴ്സും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിസിക്സ് ഒരു ദിവസം കൊണ്ട് തന്നെ തീർക്കാൻ പറ്റുന്ന ഒരു 8-9 ക്വസ്റ്റ്യൻസ് മാത്രമേ ഓരോ പാഠത്തിലും അധിക പാഠത്തിലും വരുന്നല്ലോ. അപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സും ആകെ അത്ര 9 ചോദ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്നുണ്ട്. ഇതിന് ഒരു ദിവസത്തെ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എന്തായാലും ബുദ്ധിപരമല്ല. അപ്പോൾ ഞാൻ ഏതായാലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നമ്മളെ എക്സസൈസ് ക്വസ്റ്റ്യൻ പിന്നെ 1-2 NCERT എക്സാമ്പിളർ ക്വസ്റ്റ്യൻസും കൂടി ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ മാർക്ക് ചെയ്യാത്ത കാരണം ഇതെല്ലാം നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഒരു ഫോർമുല ഇങ്ങനെ ഒരു ഫോർമുല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. അത്ര സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ അധികവും ഇല്ലത്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി കുറച്ചും കൂടി ഒന്ന് ഇല്ല ഒരു ക്വസ്റ്റ്യനാണ് ഇത് എന്ന് പറയുന്നത്. കുറച്ചും കൂടി ഒരു ഗുമ്മില്ല ക്വസ്റ്റ്യനാണ് ഇത്. ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. എ സ്ക്വയർ കോയിൽ ഓഫ് സൈഡ് 10 cm കൺസിസ്റ്റ് ഓഫ് 20 ടേൺസ് ആൻഡ് ക്യാരീസ് എ കറണ്ട് ഓഫ് 12 ആംപിയർ. എന്തെല്ലാം വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. കോയിൽ is suspended vertically and the normal to the plane of the coil makes an angle of 30 degree with the direction of a uniform horizontal magnetic field of magnitude 0.80 Tesla. What is the magnitude of torque? ഓക്കെ, ഇത് ടോർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വാല്യൂസ് എല്ലാം തന്ന സ്ഥിതിക്ക് നമുക്ക് അതിൽ നോക്കി നോക്കാം. സൈഡ് ഓഫ് ദ സ്ക്വയർ കോയിൽ 10 cm, നമ്മളതിനെ മീറ്ററിലേക്ക് വരുമ്പോൾ 0.1 മീറ്റർ സ്റ്റാൻഡേർഡായിട്ട് അറിയുന്ന കാര്യമാണ്. നമ്പർ ഓഫ് ടേൺസ് n is equal to 20, കറണ്ട് ഇൻ ദ കോയിൽ 12 ആംപിയർ, ആംഗിൾ 30 ഡിഗ്രി, മാഗ്നറ്റിക് ഫീൽഡ് ഇത്ര. അപ്പോൾ നമുക്കറിയാം ടോ is equal to NIAB sin തീറ്റ. ചിലപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾ ഒരു ഇക്വേഷൻ എഴുതിയിട്ടും പക്ഷേ ഇതിൻ്റെ ബേസിൽ നിങ്ങൾ ന്യൂമറിക്കൽ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ ലെങ്തി ആയിട്ട് ന്യൂമറിക്കൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് പകച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ന്യൂമറിക്കൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ടോ is equal to NIAB. അപ്പോൾ എന്താണ് എന്നിൻ്റെ സ്ഥാനത്ത് 20, നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു I 12 ഇൻറ്റു എ. ഏരിയ എടുപ്പോയി. എ എന്ന് പറയുന്ന ഏരിയയാണ്. അപ്പോൾ അത് ആക്ച്വലി 10 ഇൻറ്റു 10⁻² സ്ക്വയർ. അതായത് ഇത് നിങ്ങൾ കുറച്ച് വേണ്ടിക്ക് കൺഫ്യൂസ് ആയിട്ടുണ്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഇത് മീറ്ററിലേക്ക് മാറ്റില്ല. അപ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിപ്പോൾ ലെങ്ത്ത് 0.1 ബ്രെഡ്ത്ത് 0.1 ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏരിയ അറിയാം. ഇത് രണ്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 0.1 ഇൻറ്റു 0.1, അപ്പോൾ 0.1 ദ ഹോൾ സ്ക്വയർ. അതുതന്നെ അവർ ബേസിക്കലൂടെ എഴുതിയിരിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10⁻⁻1, അപ്പോൾ ഇത് 0.1 വരും. അതായത് 10⁻⁻1 എന്ന് പറയുന്നത് 0.1 വരും. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ അതാണ് ബേസിക്കലി ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ബി 0.80, പിന്നെ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ എത്രയാണ്? 1/2. അപ്പോൾ ഇതിൽ ഞാൻ കാണുന്നത് ഇത് കട്ടായി. ഇവിടെ 20ൽ 10 വന്ന്. അപ്പോൾ ഇപ്പം ചെയ്യുന്ന സമയത്ത് 2.4 ഇൻറ്റു 0.80 ഇവർ സൈൻ തീറ്റ ഇപ്പോഴും എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ല. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ 2.4 ഇൻറ്റു 0.80 ഇൻറ്റു സൈൻ 30 എന്ന് പറയുന്നത് 1/2 ഈക്വൽ ടു 0.96 Nm/m. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമുല വെച്ചിട്ടുള്ള ഒരു ന്യൂമറിക്കലാണ് ഇത്. അടുത്തത് നിങ്ങൾ കുറച്ചും കൂടി എന്താ പറയുക കാണാത്ത ടൈപ്പിലൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അടുത്തത് 2 മൂവിങ് കോയിൽ മീറ്റേഴ്സ് M1 and M2 ഹാവിങ് ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ്. അതായത് പെർട്ടിക്കുലേഴ്സ് എന്ന് പറയുമ്പോൾ വാല്യൂസ്. ഇതിൽ വാല്യൂസിലെടുത്ത് തന്നിട്ടുണ്ട്. R1 അതായത് റെസിസ്റ്റൻസ് അവിടെ തന്നിട്ടില്ല. അത് R എന്ന് പറയുന്ന റെസിസ്റ്റൻസ്, N1 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, A1 എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ. അപ്പോൾ ഞാൻ ഈ യൂണിറ്റ് വെച്ചിട്ട് ഇത് എന്താ സംഭവം മനസ്സിലാക്കുന്നത്. ഇത് അപ്പോൾ A1 എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു ഏരിയ ആണ്. ഇത് നമ്മളെ നമ്പർ ഓഫ് ടേൺസ്. പിന്നെ ഇവിടെ B1 തന്നിട്ടുണ്ട്. അപ്പോൾ ടെസ്ല ആകുമ്പോൾ ഇത് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ്, നമ്പർ ഓഫ് ടേൺസ്, ഏരിയ, മാഗ്നറ്റിക് ഫീൽഡ്, R1 N1 A1 B1 പിന്നെ R2 N2 A2 B2. ഇത്ര 8 വാല്യൂസ് തന്നിട്ടുണ്ട്. ദ സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് ആർ ഐഡൻറ്റിക്കൽ ഫോർ 2 meters. സ്പ്രിംഗ് കോൺസ്റ്റൻ്റ് നമുക്കറിയാം K ആണ്. അത് ഈ രണ്ടിനും സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡെറ്റർമൈൻ ദ റേഷ്യോ ഓഫ് 2 റേഷ്യോ കണ്ടുപിടിക്കണം. ഒന്ന് കറൻറ്റ് സെൻസിറ്റിവിറ്റി, പിന്നെ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ യൂസിങ് ദ ഫോർമുല ഓഫ് കറൻറ്റ് സെൻസിറ്റിവിറ്റി, ഇത് ആക്ച്വലി ഒരു കുറച്ചും കൂടി ലാസ്റ്റിലോട്ടേക്ക് വരുന്ന ടോപ്പിക്കാണ് ഇത്. അപ്പോൾ നമുക്കറിയാം I is equal to NAB/K. ഈ K എന്ന് പറയുന്നതാണ് നമ്മളെ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് ആ K അത്. അപ്പോൾ നമുക്കിപ്പോൾ എന്താ വേണ്ടത്? കറൻറ്റ്, അതായത് റേഷ്യോ എന്ന് പറയുമ്പോൾ M2/M1. അപ്പോൾ IS2 അതായത് കറൻറ്റ് സെൻസിറ്റിവിറ്റി Iൻ്റെ പകരം IS2, രണ്ടാമത്തേലെ കറൻറ്റ് സെൻസിറ്റിവിറ്റി ഡിവൈഡഡ് ബൈ ഒന്നാമത്തേലെ കറൻറ്റ് സെൻസിറ്റിവിറ്റി. അപ്പോൾ ഈ ഫോർമുല എങ്ങനെ വരും? ആക്ച്വലി ഇവർ ഈ ക്യാപിറ്റൽ N എന്തുകൊണ്ടാണ് ഇവിടെ സ്മോൾ N എന്ന് എഴുതുന്നത് മനസ്സിലായിട്ടില്ല. പക്ഷേങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. ക്യാപിറ്റൽ N സ്മോൾ N ആയി അത് സാരമില്ല. ഓട്ടെ, അത് അവരെങ്ങനെ എഴുതിയാലും കണക്ക് തന്നെയാണ്. നമ്പർ ഓഫ് ടേൺസ് തന്നെയാണ്.
അപ്പോൾ ഇത് ഇപ്പോൾ എഴുതുന്ന സമയത്ത് അതെങ്ങനെ എഴുതുക? S2 is equal to N1 A1 B1 ബൈ എന്താണ് K. S1 is equal to IS2 N2 A2 B2 ആണ്. ഇത് IS1 N1 A1 B1 ബൈ K. ഞാൻ എന്തുകൊണ്ടാണ് K1ഉം K2 എന്ന് എഴുതാത്ത കാരണം അത് സെയിം ആണ്. അപ്പോൾ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ട, ഇത് ഇങ്ങനെ രണ്ടും തമ്മിൽ ക്യാൻസലായി പോവും. പിന്നെ N2 A2 B2 മുകളിൽ വരും. പിന്നെ ഈ പറയുന്ന N1 B1 A1 എന്നുള്ളത് ഡിനോമിനേറ്ററിൽ വരും. നമ്മൾ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുന്ന സമയത്ത് ഈ K1 ബൈ K2 എഴുതേണ്ട കാര്യം അറിയില്ലായിരുന്നു. കാരണം രണ്ടും സെയിം ആണ്, രണ്ടും ക്യാൻസലായി പോവും. അത് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടില്ല, പക്ഷേങ്കിൽ അത് രണ്ടും ക്യാൻസലായി പോവും. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് നമുക്ക് എല്ലാം അറിയാം. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.4 എന്ന് പറഞ്ഞിട്ടില്ല, കാരണം റേഷ്യോന് യൂണിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1.4 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. അപ്പോൾ അതങ്ങനെ. അടുത്തത് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി. അപ്പോൾ നമുക്കറിയാം V = NAB ബൈ KR. അപ്പോൾ ഞാൻ VS2 എഴുതുവാണ്. അപ്പോൾ എന്തായിരിക്കും VS2 എന്ന് പറയുമ്പോൾ N2 A2 B2 ഡിവൈഡഡ് ബൈ K. കാരണം K ഞാൻ എഴുതാൻ കാരണം എന്താ, K പോലെ തന്നെ എഴുതാൻ കാരണം നമ്മളെ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് സെയിം ആണ്. പിന്നെ R2. പിന്നെ നമ്മളെ VS1 എന്ന് പറയുന്നത് N1 A1 B1 ഡിവൈഡഡ് ബൈ K R1. അപ്പോൾ നിങ്ങളിവിടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടോ, ഈ Kയും തമ്മിൽ ക്യാൻസലായി. ന്യൂമറേറ്ററിൽ N2 A2 B2 വരും, പിന്നെ ബൈ R1. അപ്പോൾ അവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് സാധനം തിരിഞ്ഞു വരും. എവിടെയാണ് ഇപ്പോൾ എഴുതുക? N2 A2 B2 ഡിവൈഡഡ് ബൈ R2 ഡിവൈഡഡ് ബൈ N1 A1 B1 ഡിവൈഡഡ് ബൈ R1. അതായത് A ബൈ B ഡിവൈഡഡ് ബൈ C ബൈ D, ഇങ്ങനത്തെ ഒരു ഫോർമുലാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതെങ്ങനെ വരും? ഇത് റെസിപ്രോക്കലായിട്ട് തിരിച്ച് മൾട്ടിപ്ലൈ ആയിട്ട് A ബൈ B ഇൻറ്റു ഈ താഴെ ഉള്ളത് മുകളിൽ വന്നിട്ട് തിരിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ആവും. അപ്പോൾ ഇതെങ്ങനെ വരും? N2 A2 B2 ഡിവൈഡഡ് ബൈ ഇത് R2 ഇൻറ്റു ഇത് തിരിച്ചിട്ടിടുക. അപ്പോൾ R1 ഡിവൈഡഡ് ബൈ N1 A1 B1. അപ്പോൾ അങ്ങനെ അതില്ലത്. അപ്പോൾ N2 B2 A2 പിന്നെ R1 N1 B1 A1 R2. അപ്പോൾ അത് നേരെ തിരിഞ്ഞ് വന്ന്. അപ്പോൾ നമുക്ക് ഈ K1 K2 ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല ശരിക്കും. രണ്ടും തമ്മിൽ കട്ടായിപ്പോയി. എവിടെ പോയി K പിന്നെ ഒരു K, രണ്ടും കട്ടായിപ്പോയി. പിന്നെ നമ്മളെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ഇവിടെ 1 2 3 4 4 വാല്യൂസ് ഇവിടെ എന്തായാലും തന്നിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ N2 B2 A2 R1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. താഴെ N1 B1 A1 പിന്നെ R2 വാല്യൂ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ട് റേഷ്യോ കിട്ടും. അപ്പോൾ ആദ്യത്തെ നമുക്ക് 1.4 കിട്ടി, രണ്ടാമത്തെ നമുക്ക് 1 എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്കിപ്പോൾ ചെയ്യുമ്പോൾ കുറച്ച് സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും ഫോർമുല കൃത്യമായിട്ട് അറിയണം. അപ്പോൾ അന്നേരം മാത്രമേ നമ്മൾ ചിലപ്പോൾ ഇത് സ്കിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ല ഒരു ടോപ്പിക്കായത്. ഇത് വരില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇതെന്നല്ലായിരിക്കും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ അൺഎക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ പ്രതീക്ഷിക്കുക. അടുത്തത് അപ്പോൾ ഞാൻ ഇതുകൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോട് കൂടിയിട്ട് നമ്മളിത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ആക്ച്വലി 11ാമത്തെ ക്വസ്റ്റ്യന് ഒരു മിനിറ്റാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് അതിലും ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് NCERT എക്സാംപ്ലർ 1-2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ തീരും. ഇനി ചേംബർ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് 6.5 G എന്ന് പറഞ്ഞിട്ടതിലത്. അപ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണ് 1 G എന്ന് പറയുന്നത് = 10⁻⁻⁴ ടെസ്ല. അപ്പോൾ നമ്മളിപ്പോൾ 100 ഗ്രാം എന്നുള്ളത് അല്ല 1000 ഗ്രാം എന്നുള്ളത് അല്ല 1 കിലോഗ്രാം = 1000 ഗ്രാം എന്ന് എഴുതുന്ന പോലെയാണ് 1 G = 10⁻⁴ ടെസ്ല. അങ്ങനെ ജസ്റ്റ് ഒരു യൂണിറ്റ് കൺവേർഷൻ അവിടെ ചെയ്ത് വെച്ചത്. ഓർ ഈസ് മെയിൻറ്റെയിൻ ആൻ ഇലക്ട്രോൺ ഇസ് ഷോട്ട് ഇൻ ദ ഫീൽഡ്. ഒരു ഇലക്ട്രോൺ അവർ വെടിവെച്ച് വിത്ത് എ സ്പീഡ് ഓഫ് 4.8 × 10⁶ m/s. നോർമൽ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ടു ദ ഫീൽഡ്. എക്സ്പ്ലെയിൻ വൈ ദ പാത്ത് ഓഫ് ദ ഇലക്ട്രോൺ ഇസ് എ സർക്കിൾ. ഓക്കെ, അതുപോട്ടെ. ഡിറ്റർമൈൻ ദ റേഡിയസ് ഓഫ് ദ സർക്കുലർ ഓർബിറ്റ്. ഇലക്ട്രോണിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് അറിയുന്ന കാര്യം ഇത് ആക്ച്വലി തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇത് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാല്യൂസ്, ഇത് മാസ് ഓഫ് ഇലക്ട്രോണും ചാർജ് ഓഫ് ഇലക്ട്രോണും. അപ്പോൾ സ്പീഡും മാസും ചാർജെല്ലാം നമുക്കറിയാം. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്.
അപ്പോൾ തീറ്റ എത്രയാണ് 90 ഡിഗ്രി, കാരണം പെർപെൻഡിക്കുലറാന്ന് പറഞ്ഞിട്ടുണ്ട് നോർമൽ. എഫ് ഈസ് ഇക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി. ദ ഫോഴ്സ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ എൻറ്ററിങ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് അറിയാം. ഫോഴ്സ് ഈസ് ഇക്വൽ ടു ക്യൂ ഇൻറ്റു വി ക്രോസ് ബി ഈക്വൽ ടു നമ്മുടെ ചാർജ് ഇവിടെ എന്താ ഇലക്ട്രോണിൻ്റെ ചാർജ് ആയതുകൊണ്ട് ഇ ഇൻറ്റു വി ക്രോസ് ബി. ഇ മീൻസ് ചാർജ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ ഇ ഇൻറ്റു വി ക്രോസ് ബി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവിടെ ആക്ച്വലി പറയുന്നുണ്ട് എന്താണ്, സോ ദ ഫോഴ്സ് വിൽ ഓൺലി ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ വിതൗട്ട് ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി. സോ ദ ഇലക്ട്രോൺ അറ്റൈൻസ് എ സർക്കുലർ പാത്ത് ആൻഡ് ദ നെസസറി സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് പ്രൊവൈഡഡ് ബൈ ദ മാഗ്നറ്റിക് ഫോഴ്സ്. അതായത് ഈ ഇലക്ട്രോൺ ഇതിലൂടെ പോകുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു സർക്കിളായിരിക്കും, സർക്കുലർ ഷേപ്പിലായിരിക്കും. നമ്മൾ 90 ഡിഗ്രിയിൽ പോകുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, 3-4 കേസ് പഠിക്കുന്നുണ്ട്. ഒന്ന് 0 ഡിഗ്രി, ഒന്ന് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, പിന്നെ അലോങ് ദ പ്ലെയിൻ, പിന്നെ ഒരു ആർബിറ്ററി ഒരു ആംഗിൾ. 0 ഡിഗ്രി, 90 ഡിഗ്രി, പിന്നെ 0-90 ഇടയിലുള്ള ഒരു ആംഗിൾ. 0 ഡിഗ്രിയിലാണെങ്കിൽ അത് സ്ട്രേറ്റ് ലൈനിൽ പോകുന്ന പഠിച്ചിട്ടുണ്ട്. നമ്മൾ 90 ഡിഗ്രി ആണെങ്കിൽ അതൊരു സർക്കിൾ ഉണ്ടാക്കും. ഇപ്പോൾ ഇതിൻ്റെ നടുക്കാണെങ്കിൽ ഇത് എന്ന് പറയുന്നത് സ്ട്രെയിറ്റും പോവും സർക്കിളും പോവും. അതപ്പോൾ അങ്ങനത്തെ ഒരു ഷേപ്പ് അവർ ഇങ്ങനെ 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 ഇതിന് നമ്മൾ എന്താണ് നമ്മുടെ സ്പൈറൽ ഷേപ്പ്, ഹെലിക്കൽ ഷേപ്പിൽ പാത്തിന് ഇങ്ങനെ തിരിഞ്ഞിരിഞ്ഞ് മുന്നോട്ടേക്ക് തന്നെ സഞ്ചരിക്കും. അപ്പോൾ 90 ഡിഗ്രിയിൽ ഇല്ലുകൊണ്ട് ഇതിങ്ങനെ ഒരു സർക്കിൾ ഷേപ്പിലാണ് ഇങ്ങനെ കറങ്ങുക. അപ്പോൾ സർക്കുലർ ഷേപ്പിലായതുകൊണ്ട് തന്നെ അവിടെ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതായിരിക്കും mv²/r. ദാറ്റ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ആക്ടിങ് ദർ. അപ്പോൾ അത് മാഗ്നറ്റിക് ഫോഴ്സിന് അത് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ വി ബി, അപ്പോൾ വി ക്രോസ് ബി എന്താണ്, എ ക്രോസ് ബി എന്ന് പറയുന്നത് എ ബി സൈൻ തീറ്റ പോലെ, വി ക്രോസ് ബി എന്ന് പറയുന്നത് വി ബി സൈൻ തീറ്റ. സൈൻ 90 ഇവിടെ 1 ആണ്. ഈ വി ബി ഇസ് ഈക്വൽ ടു mv²/r. നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കേണ്ട 6. അപ്പോൾ r ഇസ് ഈക്വൽ ടു mv, ഈ പറയുന്ന എന്താണ്, ഈ റേഡിയസ് അങ്ങോട്ടേക്ക് ഇറക്കുന്ന സമയത്ത് ഈ പറയുന്ന ഓക്സിലറി. ഞാൻ വേറെ സംഭവം കണ്ടില്ല, ഇവിടെ ഒരു v²-ലെ വിയും v²-ൽ ഒരു വിയും കട്ടായിപ്പോയി. അപ്പോൾ ഈ 6 മുകളിൽ പോകുന്ന സമയത്ത് mv ഡിവൈഡഡ് ബൈ EV, പിന്നെ ഇൻറ്റു 1 ആക്ച്വലി സൈൻ 90ൻ്റെ 1 ആണ്. അപ്പോൾ അങ്ങനെ mv ഡിവൈഡ് ബൈ EV. അപ്പോൾ m എന്ന് പറയുന്ന മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻31, വെലോസിറ്റി 4.8 × 10⁻6 മീറ്റർ പെർ സെക്കൻഡ്, ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10⁻19. നമ്മൾ ഇത് വന്നിട്ടുണ്ട്, നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് 6.5 എന്താണ് 10⁻⁻4. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 4.2 സെൻറ്റിമീറ്റർ, അല്ലെ 4.2 × 10⁻2 മീറ്റർ, കാരണം റേഡിയസ് ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതായിരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് നമ്മളെ ആ 3 ക്വസ്റ്റ്യൻസ് എനിക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അടുത്തത് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസ് ആണ്, കുറച്ചും കൂടി ഒരു ഹയർ ഓർഡർ വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിൽ സെലക്റ്റഡ് NCERT എക്സാംപ്ലർ ക്വസ്റ്റ്യൻസിൽ 4 ചോദ്യത്തിൽ 2 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഷോ ദാറ്റ് എ ഫോഴ്സ്. ഇന്നേ വരെ എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് എക്സാമിനൊന്നും ചോദിച്ചിട്ടില്ല. ഷോ ദാറ്റ് എ ഫോഴ്സ് ദാറ്റ് ഡസ് നോ വർക്ക് മസ്റ്റ് ബി എ വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്. ഒരു ഫോഴ്സ് വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം, നമ്മളെ വെലോസിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിൽ പറയുന്നത് ആസ് വി നോ ദാറ്റ് വർക്ക് DW = FDL. അപ്പോൾ എന്താ, DW = FV/dt. DL നമുക്കറിയാം, VDT എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ DW = FV/dt. അക്കോർഡിംഗ് ടു ദ ക്വസ്റ്റ്യൻ DW = 0. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ DW എന്ന് പറയുന്ന ക്വാണ്ടിറ്റി 0 ആക്കി എടുത്ത്. അപ്പോൾ F.V = 0. നമ്മൾ A.B = 0 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ് when 2 vectors dot product is 0 we say the 2 vectors are perpendicular to each other. അന്നേരമാണ് നമ്മൾ ആ ഒരു ആംഗിൾ എന്താണ് 90 ഡിഗ്രി വന്നിട്ട് cos 90 = 0 എന്ന് വരുന്നത്. അപ്പോൾ അത് പറയുന്നത് F.V = 0 നമുക്ക് കിട്ടി. അപ്പോൾ ഹിയർ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺ വെലോസിറ്റി ഫ്രം ദ അബവ് കണ്ടീഷൻ. ദ ആംഗിൾ ബിറ്റ്വീൻ F and V is 90 degree. It should be 90 degree. If V changes its direction with F, then F should also change so that the above condition remains satisfied. അതായത് ഇപ്പോൾ വെലോസിറ്റി ഇങ്ങനെ എന്താണ്, ഇതിപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്, ഇതിപ്പോൾ ഫോഴ്സ് ഇങ്ങനെ, വെലോസിറ്റി ഇങ്ങനെ. വെലോസിറ്റി വിചാരിക്കുകയാണ് ഞാൻ കുറേ നേരം ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ നിൽക്കുന്നത്, കുറച്ചൊന്ന് എന്ന് പറയേണ്ടത് ഒരു പൊസിഷൻ മാറ്റിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അതിന് കണക്കായിട്ട് നമ്മളെ ഫോഴ്സും അതിന് കണക്കായിട്ട് കുറച്ച് ഡിഗ്രി ഇങ്ങോട്ടേക്ക് മാറണം. എന്നാലേ ഈ പറയുന്ന നിങ്ങൾ ഈ 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ എന്തായാലും വയലേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ നടക്കാൻ വഴിയില്ല. അപ്പോൾ വെലോസിറ്റി ഒരു ചേഞ്ച് വരുത്തുമ്പോൾ അതിന് കണക്കായിട്ട് എന്ത് മാറണം, ഫോഴ്സ് മാറണം. വെലോസിറ്റി കുറച്ച് ഇങ്ങോട്ടേക്കൊന്ന് മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് കണക്കായിട്ട് എന്താണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞ ഫോഴ്സും നീങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷൻ ഇറ്റ് വിൽ ബി എന്താണ് വാലിഡ് അല്ലാണ്ടായി പോകും. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാവും എന്താണ് ഇത്, എ ഫോഴ്സ് ദാറ്റ് ഡസ് നോട്ട് വർക്ക് മസ്റ്റ് ബി വെലോസിറ്റി ഡിപ്പെൻഡൻറ്റ് ഫോഴ്സ്.
നമ്മളൊരു ഫോഴ്സ് വർക്കൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് വെലോസിറ്റീനെ നിർബന്ധമായിട്ടും ഇറ്റ് ഷുഡ് ഓൾവേസ് ഡിപ്പെൻഡ് വെലോസിറ്റി. അപ്പോൾ അതാണ് ചിലപ്പോൾ അതൊന്നും ചിലപ്പോൾ നിങ്ങളിതുവരെ പ്രാക്ടീസ് ചെയ്യാത്തതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യന് എനിക്ക് NCERT എക്സാംപ്ലറിൽ കണ്ടതാണ്. അപ്പോൾ അടുത്തതും കൂടി പറയുകയാണ്, എ യൂണിഫോം കണ്ടക്റ്റിംഗ് വയർ ഓഫ് ലെങ്ത് 12A ആൻഡ് റെസിസ്റ്റൻസ് R ഇസ് വൗണ്ട് അപ്പ് ആസ് എ കറൻറ്റ് ക്യാരിങ് കോയിൽ ഇൻ ദ ഷേപ്പ് ഓഫ് മൂന്ന് ഷേപ്പ് വന്നിട്ടുണ്ട്. ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് എ, ബി എ സ്ക്വയർ ഓഫ് സൈഡ് എ ആൻഡ് സി എ റെഗുലർ ഹെക്സഗൺ ഓഫ് സൈഡ് എ. അപ്പോൾ 3 ഷേപ്പ് വന്നിട്ടുണ്ട്, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പിന്നെ ഹെക്സഗൺ. ദ കോയിൽ ഇസ് കണക്റ്റഡ് ടു എ വോൾട്ടേജ്, എത്രയോ വോൾട്ടേജ് അതിന് കൊടുക്കുന്നുണ്ട്, V0. ഫൈൻഡ് ദ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് കോയിൽസ് ഇൻ ഈച്ച് കേസ്. നമ്മൾ മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യണം, ഇതിൻ്റെ പിന്നെ ഒരു കുറച്ച് ജോമെട്രിയും നമ്മൾ മാത്സ് പഠിക്കുന്ന കുറച്ച് ജോമെട്രിയും വെച്ചിട്ട് ഇതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കേസ് എടുക്കും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ലെറ്റ് നമ്പർ ഓഫ് ടേൺസ് ഈക്വൽ ടു n ആൻഡ് കറണ്ട് I, റെസിസ്റ്റൻസ് R. പെരിമീറ്റർ ഓഫ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ 12A എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ വയർ ഓഫ് കണ്ടക്റ്റിംഗ് വയർ 12A. അപ്പോൾ പെരിമീറ്റർ 12A ആണ്. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് 12A/3, 3 ഇതിലുകൊണ്ട് ഡിവൈഡ് ബൈ 3, അപ്പോൾ 4A. നമുക്കറിയാം ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ, അതായത് A സ്ക്വയർ. അപ്പോൾ ഈ പറയുന്ന √3/4 ഇൻറ്റു A സ്ക്വയർ ആണ് നമ്മളെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ √3/4 ഇൻറ്റു നമ്മളിപ്പോൾ സൈഡ് കണ്ടുപിടിച്ചത് 4A ആണ്. അപ്പോൾ 4A ഹോൾ സ്ക്വയർ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് √3/4 ഇൻറ്റു 4ൻ്റെ സ്ക്വയർ 16 ഇൻറ്റു A സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു 4ഉം 16 കൂടി കട്ടായി കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ 4A സ്ക്വയർ ഇൻറ്റു √3. അത് തന്നെ ഇവരോട് എഴുതിയിട്ടില്ല, അത് 4√3A സ്ക്വയർ. അപ്പോൾ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ട്രയാങ്കിൾ ഈക്വൽ നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറൻറ്റ് ഇൻറ്റു ഏരിയ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസ് ഈക്വൽ ടു NIA. N സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ടേൺസ്, I ഫോർ കറൻറ്റ്, A ഫോർ നമ്മളെ ഏരിയ. അപ്പോൾ NIA എന്ന് പറയുമ്പോൾ N ഇൻറ്റു I ഇൻറ്റു 4√3 ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 4√3 സ്ക്വയർ N. അപ്പോൾ നമ്മളെ കറൻറ്റ് ഇവിടെ വാല്യൂസും തന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് എന്ന് പറയുന്നത് ജനറൽ കേസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വാല്യൂസ് Iയും N എന്ന് പറയുക നമ്പർ ഓഫ് ടേൺസ് ഇത്ര എന്ന് പറഞ്ഞിട്ടല്ല, കറൻറ്റ് ഇത്ര ആംപിയർ എന്നൊന്നും പറഞ്ഞ് തന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെ ജസ്റ്റ് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് എഴുതി കൊടുക്കുക. 4√3 സ്ക്വയർ ഇൻറ്റു അല്ലെങ്കിൽ NI ഇൻറ്റു 4√3 സ്ക്വയർ. അപ്പോൾ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സ്ഥിതി. അടുത്ത സ്ക്വയറിൻ്റെ എന്ന സ്ഥിതി, പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഈക്വൽ 12A. അപ്പോൾ സൈഡ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ 4 കോർണേഴ്സിലുണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 12/4 3, പിന്നെ ഒരു A ഉണ്ട്, അപ്പോൾ 3A. ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് സൈഡിൻ്റെ സ്ക്വയർ ആണ്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഈ സ്ക്വയറിൻ്റെ പ്രത്യേകത എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ ഇതൊരു X ആയിട്ട് എടുത്ത് ഇതൊരു Y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ X ഇൻറ്റു Y ആണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ ആയിട്ട് എടുക്കുന്ന സമയത്ത് 3A ഹോൾ സ്ക്വയർ, അതായത് 3A ഇൻറ്റു 3A. നമ്മളിപ്പോൾ ഒരു സ്ക്വയർ വരക്കുന്ന സമയത്ത് അതിൻ്റെ എല്ലാ സൈഡും 3A തന്നെയായിരിക്കും. അപ്പോൾ 3A ഇൻറ്റു 3A ചെയ്യുന്ന സമയത്ത് 3A ഹോൾ സ്ക്വയർ. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9, A സ്ക്വയർ A സ്ക്വയർ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് സ്ക്വയർ ഈക്വൽ ടു NIA. അപ്പോൾ NI ഇൻറ്റു 9A സ്ക്വയർ. അപ്പോൾ NI ഇൻറ്റു 9A സ്ക്വയർ ആയിരിക്കും എൻ്റെ വാല്യൂ. ജസ്റ്റ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ എനിക്ക് തോന്നുന്നതെന്ന് പറയുക കുറച്ച് ഫിസിക്സിനെക്കാട്ടും കൂടുതൽ കുറച്ച് മാത്സിൻ്റെ ജോമെട്രിയെ കൂടുതൽ ആവശ്യമില്ലതാണ്. കാരണം നമ്മളെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അറിയണം, ഏരിയ ഓഫ് സ്ക്വയർ അറിയണം, അപ്പോൾ ഏരിയ ഓഫ് ഹെക്സഗൺ അറിയണം. ഇതെല്ലാം അറിയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനാവും. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ ഈസ് മോർ ലൈക്ക് എ മാത്സ് ക്വസ്റ്റ്യൻ. പെരിമീറ്റർ ഓഫ് എ ഹെക്സഗൺ 12A തന്നിട്ടുണ്ട്. സൈഡ് നമ്മളിപ്പോൾ ഹെക്സഗൺ 6 സൈഡിലുണ്ട്, 12/6, അപ്പോൾ 2A. ഏരിയ ഓഫ് ഹെക്സഗൺ നമ്മളതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് 6 ഇൻറ്റു ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് 2A. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് സൈഡ് എ നില കൺസിഡർ ചെയ്തിട്ട് അതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏരിയ ഓഫ് ഹെക്സഗൺ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ പഠിച്ചായിരുന്നു. അതിൻ്റെ ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോർമുല √3/4 സൈഡ് സ്ക്വയർ. അപ്പോൾ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2A ഹോൾ സ്ക്വയർ. അപ്പോൾ 2A ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു √3/4 ഇൻറ്റു 2A ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു √3/4 ഇൻറ്റു 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു A സ്ക്വയർ. അപ്പോൾ 4ഉം 4ഉം കട്ടായി,
അപ്പോൾ എന്ത് വന്ന് 6√3a². അപ്പോൾ 6√3a² എന്ന് കിട്ടി. മാഗ്നറ്റിക് മൊമെൻറ്റ് ഇസിക്കൽ NIA. അപ്പോൾ NI × 6√3² അപ്പോൾ അതായിരിക്കും ആൻസർ. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലുള്ളൂ. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് എന്താണ് നിർബന്ധമായിട്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്.